നമസ്കാരം. ഞാനൊരു ബഹുമുഖ പ്രതിഭയെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അദ്ദേഹം അധ്യാപകനാണ്, കഥകളി നടനാണ്, കർണാടക സംഗീതജ്ഞനാണ്, കഥകളി ആട്ടക്കഥാകൃത്താണ്, മാത്രമല്ല ശില്പിയാണ്, ചിത്രകലാകാരനാണ്. ഇത്തരത്തിലുള്ള എല്ലാ കലകളും ഒത്തുചേർന്നിണങ്ങിയ ഒരു വ്യക്തിയാണ് ശ്രീ സദനം കെ ഹരികുമാർ. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനുണ്ട്. അദ്ദേഹം കഥകളിയിൽ ഡോക്ടറേറ്റും ശാസ്ത്രത്തിൽ ബിരുദവും മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും എടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന കെ കുമാരന്റെയും സരോജിനി അമ്മയുടെയും മകനാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനുണ്ട്. ആദ്യമായിട്ട് ഈ സദനം കെ ഹരികുമാർ എന്ന ഐഡന്റിറ്റിയിലേക്കുള്ള വഴി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ യാത്ര എങ്ങനെയായിരുന്നു? എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ 1958 ജനിക്കുന്നത്. 1953 സദനം കഥകളി അക്കാദമി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ബാല്യം പ്രത്യേകിച്ച് കഥകളിയൊക്കെ ധാരാളം കണ്ടുകൊണ്ട് വളർന്നൊരു കാലമായിരുന്നു. കഥകളി പഠിക്കണമെന്ന എൻ്റെ ആഗ്രഹം ഞാൻ അച്ഛനോട് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് പറഞ്ഞത്. അമ്മ അതിന് വളരെ എതിരായിരുന്നു. കാരണം കഥകളി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിത ഉപാധി അല്ലെങ്കിൽ ജീവിത വരുമാനം എങ്ങനെയായിരിക്കും, പിന്നെ അന്നത്തെ കാലഘട്ടത്തിലുള്ള കഥകളി കലാകാരന്മാരുടെ സദാചാര സമ്പ്രദായങ്ങളിലൊക്കെ ഞാൻ ചെന്നുപെട്ടാൽ ബുദ്ധിമുട്ടായിരിക്കുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം കഥകളി ഒരു കാരണവശാലും പഠിപ്പിക്കില്ല എന്നായിരുന്നു അമ്മയുടെ നിർബന്ധം. പക്ഷേ അയാൾക്ക് കഥകളി പഠിക്കണം എന്നാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ കഥകളി പഠിച്ചേ ഇരിക്കൂ എന്നുള്ള നിർബന്ധത്തിൽ അച്ഛൻ്റെ ആ തീരുമാനത്തിലാണ് ഞാൻ കഥകളി പഠിക്കുന്നത്. അങ്ങനെ സദനത്തിൽ കീഴ്പ്പടം കുമാരൻ നായർ ആശാനായിരുന്നു അന്ന് പ്രധാന ആശാൻ. സദനം ബാലകൃഷ്ണേട്ടൻ, സദനം രാമകുട്ടിയേട്ടൻ, അവരൊക്കെ അന്ന് അധ്യാപകരല്ല, സീനിയർ സ്റ്റുഡൻസ് ആയിരുന്നു. അവരെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കാലത്തൊക്കെ. അങ്ങനെ ഇവിടെ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നെ സദനം കഥകളി ട്രൂപ്പിൽ ആ കാലഘട്ടത്തെ പ്രധാന എന്നില്ല എങ്കിലും കഥകളിക്കാരനായിട്ട് ഞാൻ കുറേ കാലം അങ്ങനെയാണ് കഥകളിക്കാരനാവുന്നത്. കലയിലേക്കുള്ള യാത്രയിൽ മറ്റാരെങ്കിലും പ്രചോദനം നൽകിയിട്ടുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ അത് ആരൊക്കെയായിരുന്നു? അങ്ങനെ പറയാൻ വയ്യ. ഞാൻ കണ്ട ആട്ടക്കഥകളികളെല്ലാം അന്ന് സദനത്തിലുള്ള നടക്കുന്ന എല്ലാ കളികളും കാണുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമായിരുന്നു വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ. അപ്പോൾ എന്നെ കഥകളിയിൽ എൻ്റെ സദനത്തിൽ അന്ന് പഠിച്ചിരുന്ന ചെർപ്പളശ്ശേരി ശിവേട്ടൻ അതുപോലെ അങ്ങനെയുള്ളവരൊക്കെ ഏൽപ്പിച്ചിട്ട് അച്ഛനും അമ്മയും വീട്ടിലേക്ക് പോകും. അപ്പോൾ അവിടെ ഒരു തൊട്ടിലൊക്കെ കെട്ടി അണിയറയിൽ എനിക്കൊരു സ്പേസ് ഉണ്ട്. അങ്ങനെ അന്ന് കണ്ട എല്ലാ കഥകളി വേഷങ്ങളും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ഗൗരവമായി കഥകളി പഠിക്കണം എന്ന തോന്നൽ എനിക്കുണ്ടാവുന്നത് കീഴ്പ്പടം കുമാരൻ നായർ ആശാൻ്റെ കളരിയിൽ പഠിച്ചത് കൊണ്ടാണ് എന്ന് പറയാം. പിന്നെ ആ കാലഘട്ടത്തിൽ കൃഷ്ണൻ നായർ ആശാനും രാമകുട്ടി നായർ ആശാനും കുഞ്ചു നായർ ആശാനും അതുപോലെ കാവുങ്കൽ ശങ്കരക്കുട്ടി പണിക്കർ ആശാൻ അങ്ങനെയുള്ളവരുടെ എല്ലാം വേഷങ്ങൾ എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എനിക്ക് പ്രചോദനമായിരുന്നു എന്ന് വേണം പറയാൻ. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കുറഞ്ഞിട്ടുള്ള പുരാണ കഥകളിൽ നിന്നും ശൂർപ്പണഖാംഗം അതുപോലെ മണ്ടോദരി പോലെയുള്ള സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആട്ടക്കഥകൾ എഴുതാനായിട്ട് എന്തായിരുന്നു പ്രേരണ നൽകിയത്? അത് കൃത്യമായി എന്താണ് പ്രേരണ നൽകിയത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കങ്ങനെ പറയാനും പറ്റില്ല. പക്ഷേ ഈ കഥകളിയിലുള്ള ഭഗവതത്തിലെ ഹിഡിംബിയാണെങ്കിലും കാലകേവധത്തിലെ ഉർവശിയാണെങ്കിലും അതുപോലെ എന്താ പറയണ്ട ഖരവധത്തിലെ ശൂർപ്പണഖയാണെങ്കിലും അതെല്ലാം ചൊല്ലിയാടുമ്പോഴും അതെല്ലാം കളിക്കുമ്പോഴും ഒക്കെ ഇത് ജസ്റ്റിഫയബിൾ അല്ല, ദർ ഇസ് നോ ജസ്റ്റിഫിക്കേഷൻ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടാവാറുണ്ട് ഇത്തരം കഥാപാത്രങ്ങളിലൊക്കെ. അതുപോലെ ഞാൻ പഠിച്ച അതെല്ലാ കത്തിവേഷങ്ങളുടെയും പാർട്ട്ണർ അല്ലെങ്കിൽ ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളുടെ പദങ്ങളിലൊക്കെ അതിൽ ശൃംഗാരം അല്ലെങ്കിൽ പ്രേമം എന്നതിൽ അതല്ല അധികം പ്രോമിനൻസി കിട്ടിയിരുന്നത്. വളരെ ലെസ്റ്റ്ഫുൾ ആയിട്ടുള്ള വളരെ പെരിഫറൽ ആയിട്ടുള്ള സെക്ഷൽ നീഡ്സിനെ പറ്റിയാണ് അതിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കത് പറയാമെങ്കിൽ പന്തൊക്കും കൊങ്ക പുണരുക സാദരം, അല്ലെങ്കിൽ ബന്ധുഗാധരം നുകരുക, കുരുകുലനായക കുരു പരിരംഭണം,
അങ്ങനെ വളരെ അത് നമ്മുടെ ഇന്നത്തെ സങ്കല്പത്തിൽ പ്രണയം എന്ന് പറയുന്നതൊക്കെ ഇതൊന്നൊക്കെ അതീതമാണ്. ഈ സെക്സിൽ നിന്നും അതീതമാണ്. സെക്സ് അതിൻ്റെ ഒരു പാർട്ടായി വന്നേക്കാം, വരാതിരിക്കാം. അപ്പോൾ കഥകളി പഠിക്കുന്ന ഒരു ആ കാലഘട്ടത്തിൽ നമുക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ പ്രണയം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അങ്ങനെ വല്ലാത്തൊരു എന്താ പറയുക ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള ഒരു സമീപനത്തോടെയാണ് ആ കാലഘട്ടത്തിലെ പുരുഷ കഥാപാത്രങ്ങളായാലും കൊള്ളാം, സ്ത്രീ കഥാപാത്രങ്ങളായാലും കൊള്ളാം, ശൃംഗാരപദങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്നത്. ഐ വാസ് നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് വിത്ത് ദോസ്. എനിക്കത് തീരെ അംഗീകരിക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ പഠിച്ച പല സ്ത്രീ കഥാപാത്രങ്ങളെയും പുനരാവിഷ്കരിക്കാൻ ഞാൻ ഒരുങ്ങിയത്. ചിലപ്പോൾ അതായിരിക്കാം. അതുമാത്രമല്ല, ഞാൻ എൻ്റെ ചെറിയ ജീവിതാനുഭവം വെച്ച് സ്ത്രീകൾ ലോകത്തെ മനസ്സിലാക്കുന്നത് പോലെ ഒരു പുരുഷൻ മനസ്സിലാക്കുന്നുണ്ടാകുമോ എന്നെനിക്ക് സംശയമാണ്. കാരണം സ്ത്രീകൾക്ക് ഈ മാതാവായി തീരുക എന്നതിൽ കൂടെ അവർക്ക് വരുന്ന പരിവർത്തനം വളരെ വലുതാണ്, ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ. അപ്പൊ അത്തരമൊരു കാര്യത്തിലേക്കൊന്നും കഥകളി എന്ന കല വേണ്ടത്ര ഗൗരവപൂർവം കണ്ടിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്ക് ഇന്നും ഉണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത്തരം കഥാപാത്രങ്ങളെ വെച്ച് ഞാൻ കൂടുതൽ ആട്ടക്കഥ എഴുതിയത്. അത് മനഃപൂർവ്വം ചെയ്തൊരു കാര്യമല്ല, അത് സംഭവിച്ചു പോയ ഒരു കാര്യമാണ്. അതുപോലെ ഇപ്പോൾ കോട്ടക്കൽ ശിവരാമൻ നായരെ പോലെയുള്ള ആളുകളാണല്ലോ കൂടുതലും സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മുന്നോട്ട് വരണം എന്നൊക്കെ വിചാരിച്ചു. അതെ. അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റം എങ്ങനെയായിരുന്നു ആസ്വാദകരിലായിട്ടുള്ള സ്വീകാര്യത എങ്ങനെയായിരുന്നു? അത് വളരെ 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 അധികമായിരുന്നു. കാരണം കോട്ടക്കൽ ശിവരാമേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈവൻ ഇന്നും ഈ രാവണ വിജയം എന്ന് പറയുന്ന ഒരു കഥ ധാരാളം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു കല എന്ന് പറയുന്നത് അതിൻ്റെ ഘടന മാത്രമല്ല, അതിൻ്റെ മെസ്സേജും അതിൻ്റെ ഫിലോസഫിയും കൂടിയാണ് എന്നാണ് ഞാൻ എൻ്റെ ചെറിയ എന്താ പറയണ്ടത് അറിവ് എനിക്ക് തരുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം ശക്തനായ രാവണൻ രംഭയെ ബലാത്സംഗം ചെയ്യുന്നു. ആ ബലാത്സംഗം ചെയ്യുന്നത് കാണുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലെങ്കിൽ അത് കാണാൻ. അത് കഴിഞ്ഞാൽ ഇനി സ്ത്രീകളെ അനുവാദം കൂടാതെ തൊട്ടാൽ തല പൊട്ടിത്തെറിക്കട്ടെ എന്നിട്ട് ശാപമൊക്കെ എനിക്ക് പുല്ലുവില എന്നുള്ളത് രാവണൻ കടന്നു പോകുന്നു. അത് എന്താ പറയാ, എന്തുകൊണ്ടാണ് അത് ജനങ്ങൾ ആ കഥയെ നിരോധിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല, എന്തുകൊണ്ടാണ് അത് ആസ്വദിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കഥ ഉണ്ടായിത്തീരുന്നത്. അതുപോലെ നരകാസുരവധം ലളിതയാണെങ്കിൽ പുരാണത്തില് നക്രതുണ്ടി എന്നൊരു കഥാപാത്രം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഈ നരകാസുരവധം ആട്ടക്കഥ എഴുതിയ ആള് സൃഷ്ടിച്ചെടുത്തൊരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. ഈ നക്രതുണ്ടിയെ ദേവലോകത്തെ സ്ത്രീകളെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി നരകാസുരൻ ആവശ്യപ്പെടുന്നു. ഈ നക്രതുണ്ടി ദേവലോകത്ത് ചെന്ന് ദേവസ്ത്രീകളെ പിടിക്കുന്നു. ജയന്തനെ കാണുമ്പോൾ ജയന്തനോട് കാമം തോന്നുന്നു. അത് പ്രണയമല്ല, ഒറ്റ കാഴ്ചയിൽ ഇവനെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള കാഴ്ചപ്പാടാണ്. അവള് ഒരു സുന്ദരിയായ ദേവസ്ത്രീയുടെ രൂപം അല്ലെങ്കിൽ സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം ധരിച്ച് ജയന്തനോട് കാമാഭ്യർത്ഥന നടത്തുന്നു. ജയന്തൻ നിരാകരിക്കുന്നു. അപ്പൊ ഇവള് നിന്നെ കിട്ടാതെ എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു നിലയ്ക്ക് ജയന്തനെ ബലാത്സംഗം ചെയ്യാൻ പോകുന്നത് പോലെയുള്ള ഒരു സ്റ്റേജിലേക്ക് അവൾ എത്തുന്നു. അങ്ങനെ ജയന്തനെ പിടിച്ചു കൊണ്ടുപോകാൻ അവൾ തയ്യാറാവുന്നു, എടുത്തുകൊണ്ടു പോകാൻ തയ്യാറാവുന്നു. അങ്ങനെ വരുമ്പോൾ ജയന്തൻ അവളുടെ മൂക്കും മലയും അരിഞ്ഞു കളയുന്നു. ഈ മൂക്കും മലയും അരിഞ്ഞു കളയപ്പെട്ട ഈ നക്രതുണ്ടി നരകാസുരന്റെ അടുത്ത് വന്ന് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു, അതിന് പ്രതികാരം ചെയ്യാനാണ് നരകാസുരൻ ദേവേന്ദ്രന്റെ അടുത്തേക്ക് പോകുന്നത് എന്നാണ് ആട്ടക്കഥയിലുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ വർത്തമാനകാലത്ത് ഈ നരകാസുരവധം ലളിത എന്തിനാണ്, അല്ലെങ്കിൽ നരകാസുരവധം ലളിത എന്താണ്, അത് തരുന്ന ഫീലിംഗ് എന്താണ്, അത് കളിക്കുന്നവർക്കുണ്ടാവുന്ന മനഃപരിവർത്തനം എന്താണ്? അപ്പൊ ഒരു പഠനം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ബിഹേവിയർ ആണല്ലോ. ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ് ലേണിംഗ്. അതുപോലെ ഒരു കലാരൂപം കണ്ടു കഴിഞ്ഞാൽ കാണുന്നതിന് മുൻപുള്ള ഞാനും കാണുന്നതിന് ശേഷമുള്ള ഞാനും വ്യത്യാസമുണ്ട്. ഈ നരകാസുരവധം ലളിത കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നല്ലതിലേക്ക്
പോവാനുള്ള സാധ്യത എനിക്ക് ഇഷ്ടപ്പെട്ടുന്നില്ല. മാത്രമല്ല ഒരു പെണ്ണിനെ ഇങ്ങനെ മൂക്കുമലയെ കരിഞ്ഞു വിടുന്നു, അവളെ രാക്ഷസിയാണ്. ഈ രാക്ഷസി അത്തരം വിവേചനങ്ങൾ എനിക്ക് ഇന്നത്തെ പ്രായത്തിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല അത് ആസ്വദിക്കുന്നവരെ എനിക്ക് ദേ ആർ ഫൂൾസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ആസ്വാദന തലം അല്ലെങ്കിൽ ആസ്വാദന ലെവൽ വളരെ താഴ്ന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഇവിടെ ചാൾസ് രാജകുമാരനോ മറ്റൊരിക്കൽ വന്നു കൊച്ചിയിൽ ഈ കഥ കാണിച്ചു കൊടുത്തു. അദ്ദേഹം ദേഷ്യപ്പെടുകയായിരുന്നു, ഇങ്ങനൊരു കലാരൂപം എന്തിനാണ്, പ്രണയിക്കാൻ വന്നൊരു സ്ത്രീയെ മൂക്കുമല എറിഞ്ഞു വിടുന്ന പരിപാടി. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്, വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദാറ്റ്? അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ എന്നെ ഇന്നും ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ നിസ്സഹായനാണ്. കാരണം ഈ നരകാസുരവദൻ ലളിത കഥകളിയിലെ ഒരു വലിയൊരു സംഭവമായിട്ടാണ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവളെ മ്യൂട്ടേഷൻ നടത്തുക അല്ലെങ്കിൽ ഇത് നടത്തുന്നത് എല്ലാവരും ആസ്വദിക്കുന്നു. അത് ആസ്വാദ്യമാണോ, അല്ലെങ്കിൽ ആസ്വാദ്യമാകുന്നത് എന്തുകൊണ്ട്, ആസ്വാദ്യമാകുന്നത് എങ്ങനെ? അപ്പൊ ഇപ്പോഴത്തെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരാൾ പറയും, അവര് തന്നെ ഇതിനെ ഇപ്പുറത്തെ ആസ്വദിക്കുകയും ചെയ്യുന്നു. അത് അങ്ങനെ ഒരു ഇരട്ടത്താപ്പിലാണ് ഈ വയലാറ് നമ്മുടെ താടക എന്ന സാറിന്റെ പ്രധാന ഗുരുക്കന്മാരിൽ ഒരാളായിരുന്നല്ലോ കീഴ്പ്പടം കുമാരൻ നായർ. അദ്ദേഹം പട്ടിക്കാന്തോടി രാമുണ്ണി മേനോന്റെ ശിഷ്യനാണ്. അപ്പൊ ആ ഒരു ശിഷ്യ പരമ്പരയിലാണല്ലോ സാറും പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ പഠനം എങ്ങനെയായിരുന്നു? ക്ലേശകരമായിരുന്നു അതോ ആസ്വാദകരമായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആസ്വാദ്യമായിരുന്നു അത്, എന്നെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ക്ലേശകരവുമായിരുന്നു. ആ ക്ലേശങ്ങളെ ഞാൻ ആസ്വദിച്ചിരുന്നു, ആ ബുദ്ധിമുട്ടുകളെ ഞാൻ ആസ്വദിച്ചിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിലെ രാവിലത്തെ ചൊല്ലിയാട്ടമൊക്കെ കഴിഞ്ഞാൽ ഈ മൂത്രമൊക്കെ കട്ടൻ കാപ്പിയുടെ കളറിലാണ് പോവുക. അതെ, കാരണം എന്താ വെച്ചാൽ അത് എനിക്ക് പേടിയായിരുന്നു. അവസാനം അത് ഒരു ഡോക്ടറെ കണ്ടു ചോദിച്ച സമയത്ത് അത് ഫോസ്ഫേറ്റ് ആണ് പോകുന്നത്, അതുകൊണ്ടാണ് ഈ ചുമന്ന നിറത്തിൽ പോകുന്നത്. ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ബോണിലത്തെ കാര്യമാണ്. അപ്പൊ എനർജിക്ക് വേണ്ടി മസിൽ ടിഷ്യൂസിനെയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം ബോൺ ടിഷ്യൂസിനെയും കൂടി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ് മൂത്രത്തിന് ഈ കളർ വരുന്നത്. മനസ്സിലായി? അതിന്റെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അത്തരം പഠനാനുഭവങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പൊ അതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഭാരതപ്പുഴയിൽ ഞാൻ പോയി കിടക്കും. ആ നീരൊഴുക്ക് ശരീരത്തിൽ കൂടെ പോകുമ്പോൾ അത് ഭയങ്കര രസമാണ്. അതെ, പക്ഷെ ഐ എൻജോയ്ഡ് ഇറ്റ്. ഞാൻ 100% ആസ്വദിച്ചിരുന്നു. അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ സിസ്റ്റം, അദ്ദേഹം കഥകളിയുടെ കൈനസ്തെറ്റിക്സ് വളരെയധികം മനസ്സിലാക്കിയ ഒരാളാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ ആ കൈനസ്തെറ്റിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതൊരു വേള കഥകളി ലോകത്തിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത്തരം ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ കൂടെ വല്ലാത്ത മെന്റൽ എനർജി ഉൽപ്പാദിപ്പിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണത്, അത്തരം ട്രെയിനിങ്. അതെ, അപ്പൊ അതെനിക്ക് വലിയ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കുന്നതും അന്നത്തെ ഒരു കാലഘട്ടവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ കഥകളിയിലേക്ക് കടന്നു വരുന്ന ഒരു പുതിയ കുട്ടിക്ക് അവർക്ക് ചിലപ്പോൾ കല ആസ്വാദന രംഗത്ത് നിന്നായിരിക്കില്ല കടന്നു വരുന്നത്, മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ടോ മറ്റെന്തെങ്കിലും പ്രേരണ കൊണ്ടായിരിക്കും വരുന്നത്. അത്തരത്തിലുള്ള കുട്ടികൾ ഇപ്പൊ പഠിക്കുന്ന രീതിയും സാറ് പഠിച്ചിരുന്ന കാലഘട്ടവും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും പരമാവധി കുറച്ച് വാക്കുകളിൽ പറയുകയാണെങ്കിൽ, എന്നോട് ഒരാൾ ആവശ്യപ്പെടുകയാണെന്ന് വിചാരിക്കാം, ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ആ പാട്ടൊന്ന് പാടൂ എന്നോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഞാൻ പാടുകയാണ്, ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതുകം പുറത്തു വെച്ചു നീ നഗ്നപാതയായി അകത്ത് വരൂ. ഓക്കെ, അത് കേൾക്കുന്ന ആള് പറയാണ് വളരെ കറക്റ്റ്, എല്ലാ വാക്കുകളും ശരിക്കും ഉച്ചരിച്ചു, എല്ലാ അക്ഷരങ്ങളും നന്നായി പറഞ്ഞു, തെറ്റുകൂടാതെ പറഞ്ഞു. ആ കേൾക്കുന്ന ആൾ പറയാണ്. വേറൊരാൾ പറയാണ് ഇങ്ങനെയല്ല, ഒന്നുകൂടെ അവതരിപ്പിക്കൂ എന്ന് പറയാണ്. അപ്പോൾ ഞാൻ ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതുകം പുറത്തു വച്ചു നീ നഗ്നപാതയായി അകത്തു വരൂ. അങ്ങനെ പാടുന്നു. ഓക്കെ, അദ്ദേഹത്തിന് അത് ശരിയാണ്, ഇദ്ദേഹത്തിന് ഇത് ശരിയാണ്. യു ഗോട്ട് ദി പോയിന്റ്. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു എന്ന് ഞാൻ പാടി കൊടുക്കുകയാണ്. അയാൾ പറഞ്ഞ വാക്കുകളൊക്കെ ശരിയാണ്, അക്ഷരങ്ങളൊക്കെ ശരിയാണ്.
മനസ്സിലായില്ലേ? മനസ്സിലായി. രണ്ടാമത് പാടിയത് അയാൾക്കിത് ഇങ്ങനെ പാടണമെന്നൊന്നുമില്ല, അതെ, അങ്ങനെ പറഞ്ഞാലും മതി. മനസ്സിലായി. അപ്പൊ കഥകളിയുടെ രംഗീയമായ ആവിഷ്കാരത്തില് ഇപ്പോഴത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ പുതിയ ജനറേഷൻസ് മുഴുവനും ഞാൻ ആദ്യം ചക്രവർത്തിനി പാടിയില്ലേ, അതുപോലെ കഥകളി മുദ്രകളൊക്കെ കാണിച്ചു പോവാണ്. ഇറ്റ് ഈസ് അക്സെപ്റ്റഡ്, കാരണം എല്ലാവരും മനസ്സിലാകുന്നുണ്ട്, അത് മതി. കഥകളി ജനകീയമാകുന്നു എന്നുള്ളതും അത് ഒരു ന്യൂനപക്ഷത്തിന്റെ കലയാണെന്നോ ഉള്ളൊരു തർക്കം നടക്കുന്നുണ്ടല്ലോ. ജനകീയമാകുമ്പോൾ അതിന്റെ സ്വത്വം നഷ്ടപ്പെടുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. അതിനെപ്പറ്റി സാറിന്റെ ഇത് തന്നെ ജനകീയമാവുന്നു. അതായത് എന്താണ് ആസ്വദിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ എലിപ്പത്തായം അല്ലെങ്കിൽ അഗ്രഹാരത്തിൽ കഴുത അല്ലെങ്കിൽ ചിദംബരം അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണുന്നതിലധികം ഇന്നത്തെ സീരിയലുകൾ ആസ്വദിക്കപ്പെടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ സീരിയലുകൾ കൂടുതൽ ജനകീയമാണ്, കാരണം അത് ആസ്വദിക്കാൻ വല്ലാത്ത ബുദ്ധിയോ വല്ലാത്ത എസ്തെറ്റിക് അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതേപോലെ കഥകളി ഇന്നത്തെ കാലത്ത് ജനകീയമാകുന്നത് സീരിയലുകൾ പോലെ ആകുന്നത് കൊണ്ടാണ്. അതായത് എളുപ്പത്തിൽ ഗ്രഹിക്കുന്ന അതെ, അത് കൂടുതൽ നരേറ്റീവ് ആവുന്നു, അത് ഭാഷാ ഓറിയന്റഡ് ആവുന്നു. ഞാൻ നേരത്തെ ചക്രവർത്തിനി പാടിയത് ശരി എന്ന് പറഞ്ഞത് ഭാഷ ഓറിയന്റഡ് ആയിട്ട് അതിനെ കേട്ടത് കൊണ്ടാണ്. മ്യൂസിക് ഓറിയന്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ അത് തെറ്റാണ്. യു ഗോട്ട് ദി പോയിന്റ്. അപ്പൊ ഈ മ്യൂസിക് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കല, ഭാഷ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കല, അത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഒരു സിനിമ സംവിധാനം വളരെ ഗംഭീരമാണ് എന്ന് നമ്മൾ അഥവാ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ മ്യൂസിക്കൽ ക്വാളിറ്റിയാണ്. മ്യൂസിക്കൽ എന്ന് വെച്ചാൽ ഞാൻ കുറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂട്ടിയിടണം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അതിന്റെ ഹൗ ദേ ആർ ഫില്ലിംഗ് ദി സ്പേസ് വിത്ത് ദി ഒബ്ജക്ട്സ്. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ എന്താ വെച്ചാൽ ലാംഗ്വേജ് ഓറിയന്റഡ് ആയിട്ടാണ് കഥകളി നീങ്ങിപ്പോകുന്നത്. കീപ്പട ആശാന്റെയും പട്ടിക്കാന്തൊടി ആശാന്റെയും ആഗ്രഹം അത് മ്യൂസിക് ഓറിയന്റഡ് ആയിട്ട് കൂടെ മൂവ് ചെയ്യണം എന്നുള്ളതായിരുന്നു, വിച്ച് ഈസ് മിസ്സിങ് നൗ. അത് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അതെ. ഇപ്പോ ആട്ടക്കഥകൾക്ക് പുറമെ ചില ആഹാരങ്ങളൊക്കെ സാറ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് ദ്രോണർക്ക്, വാവർക്ക്, മറ്റ് സ്ത്രീ കഥാപാത്രങ്ങൾക്കൊക്കെ. അപ്പോ അത്തരത്തിലുള്ള രൂപകൽപ്പനയെ കുറിച്ചൊന്ന് പറയാമോ? ഈ അതായത് ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം, ഈ 4 അഭിനയ പദ്ധതികളാണ് ലോകത്തിലെ എല്ലാ തിയേറ്ററിലും, എല്ലാ സിനിമയിലാണെങ്കിലും എല്ലായിടത്തും ഉള്ളത്. ആംഗികം എന്ന് വെച്ചാൽ ശരീര അംഗപ്രത്യംഗങ്ങളെ കൊണ്ട് അഭിനയിക്കുന്നത്. വാചികം എന്ന് പറഞ്ഞാൽ വാക്കുകളെ കൊണ്ട് അഭിനയിക്കുന്നത്. ആഹാര്യം എന്ന് പറഞ്ഞാൽ വേഷഭൂഷാദികളെ കൊണ്ട് അവതരിപ്പിക്കുന്നത്. സാത്വികം എന്ന് പറഞ്ഞാൽ സൈക്ക് അല്ലെങ്കിൽ ആത്മാവിനെ കൊണ്ട് അഭിനയിക്കുന്നത്. ഇതാണ് കാര്യം. അപ്പോ ഒരു ദ്രോണർ എന്നുള്ള ഒരു കഥാപാത്രം സാധാരണ നിലയ്ക്ക് ഒരു മുണ്ട്, ഒരു കളർ മുണ്ട് അല്ലെങ്കിൽ പ്രിന്റഡ് മുണ്ട്, ഒരു ഏതാണ്ട് ശരീരം ഹാഫ് നേക്കഡ് ആയിട്ടാണ്, പിന്നെ ചെറിയ ഇത്, പിന്നെ തലയിൽ ഒരു തുണി. അങ്ങനെയാണ് അധികവും ദ്രോണർ കഥാപാത്ര രംഗത്ത് വരുന്നത്. എനിക്ക് ദ്രോണരെ അവതരിപ്പിക്കേണ്ടി വന്നത് ഭാരതയുദ്ധത്തിലെ പടനായകനായിട്ടാണ്. ഭാരതയുദ്ധത്തിലെ പടനായകനായിട്ടുള്ള ദ്രോണരെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് അഭിമന്യു വധസമയത്ത്. അപ്പൊ അഭിമന്യു വധം കമ്പോസ് ചെയ്യുന്നതും അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതും ദ്രോണാചാര്യരാണ്. അപ്പോൾ ആ ഒരു ആക്ഷന് ഈ ഒരു കോസ്റ്റ്യൂം പവർഫുൾ അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ മുണ്ടും അല്ലെങ്കിൽ ഈ തലയിൽ ശീല ഇട്ടിട്ട് ഒരു യുദ്ധം ചെയ്താൽ നമുക്കതൊരു യുദ്ധമായി എന്ന് തന്നെ തോന്നില്ല. കഥകളിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ആഹാരം വളരെ സ്റ്റൈലൈസ്ഡ് ആണ്. ഇത് വളരെ സ്റ്റൈലൈസ്ഡ് ആയതുകൊണ്ടാണ് ദുര്യോധനൻ എന്തുകൊണ്ടാണ് മൂക്കത്തുണ്ട വെച്ചിരിക്കുന്നത്, രാവണൻ എന്തുകൊണ്ടാണ് മൂക്കത്തുണ്ട വെച്ചിരിക്കുന്നത്, അതിനൊന്നും ഉത്തരവില്ല. അതിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്, അതിന് ലോജിക്കില്ല. യുക്തിയുക്തമായി ചോദിച്ചാൽ എന്തിനാണ് ഈ ഉണ്ടാന്ന് വെച്ചാൽ യുക്തിയുക്തമായിട്ട് അതിന് ഉത്തരവില്ല. അതങ്ങനെയാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ ദ്രോണർ എന്തിനാണ് ഇങ്ങനെ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പ്രൊഡക്ഷനിലെ ദ്രോണർ ആഹാര്യമായിട്ട് ഇത്രയധികം പവർഫുൾ ആയിരിക്കണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിൽ ഈ മാറ്റങ്ങൾ വരുത്തിയത്. ഈ മാറ്റങ്ങൾ വരുത്തുന്നത് എൻ്റെ കലയുടെ മുകളിലുള്ള സ്വാതന്ത്ര്യമാണ്. അതെ, ഈ സ്വാതന്ത്ര്യം പാട്ടുകാര് ഇഷ്ടംപോലെ രാഗമാറ്റങ്ങൾ നടത്തുമ്പോൾ
അത് സ്വീകാര്യമാവുകയും ഒരു വേഷക്കാരൻ ഒരു പുതിയ കലാശം എടുക്കുമ്പോൾ അത് അസ്വീകാര്യമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ തമാശ. മനസ്സിലായില്ലേ? പാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം രാഗമാറ്റം എന്ന് പറയുന്നത് ഇന്ന് ആവശ്യമായ ഒരു കാര്യമായി അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അത് മാറി. അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ആസ്വാദകര് ഈ ആഹാര്യമാറ്റത്തെ സ്വീകരിക്കാതിരിക്കുകയും, അതായത് പണ്ട് എന്താണോ ചെയ്തു വെച്ചത് അതേപടി തുടർന്ന് പോകണമെന്ന് ചിന്തിക്കുന്ന അല്ല, പണ്ട് ചെയ്ത് പാട്ടിൽ അത് മാറ്റാൻ അവർക്ക് കുഴപ്പമില്ല. അതിനെന്താ കാരണം എന്ന് വെച്ചാൽ ദർ ഇസ് എ കോംപ്ലക്സ്. അവര് രാഗം മാറ്റുന്നത് അവരുടെ വലിയ അറിവുള്ളത് കൊണ്ടാണ്, ജ്ഞാനമുള്ളത് കൊണ്ടാണ്. തോടി രാഗത്തെക്കുറിച്ച് അവർക്ക് ജ്ഞാനമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഭവപ്രിയെക്കുറിച്ച് അവർക്ക് ജ്ഞാനമുള്ളത് കൊണ്ടാണ്, ജ്യോതിസ്വരൂപിണിയെക്കുറിച്ച് അവർക്ക് ജ്ഞാനമുള്ളത് കൊണ്ടാണ് ആ ജ്യോതിസ്വരൂപിണി ഇതിൽ ഉപയോഗപ്പെടുത്തുന്നത്. ആ ജ്ഞാനത്തെ നമുക്ക് സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു മിഥ്യാ കോംപ്ലക്സ് കൊണ്ടാണ് അത് ആക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഈ രാഗമാറ്റം ആവശ്യമുള്ളതാണോ, ഈ രാഗമാറ്റം അനാവശ്യമാണോ എന്നുള്ള ചിന്തയിലൊന്നുമല്ല. മനസ്സിലായില്ലേ? ഞാൻ ഇംഗ്ലീഷിലൊരു സംഭാഷണം നടത്തിയാൽ അത് മനസ്സിലായില്ലെങ്കിലും ഇത് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് എന്ന് ബഹുമാനപൂർവ്വം കേൾക്കുന്ന ഒരു കോംപ്ലക്സ് മലയാളികൾക്കുണ്ട്. മനസ്സിലായി. അതായത് സംഗീതം അത്രത്തോളം ആളുകളിലേക്ക് എത്തിച്ചേരാത്തത് കൊണ്ടുണ്ട്. അത് വലിയൊരു സംഭവമാണ്. അതിലെന്ത് വേണമെങ്കിൽ ചെയ്താൽ ചെയ്തോട്ടെ. അത് ആവശ്യത്തിനാണോ ചെയ്യുന്നത്? ഞാൻ രാഗമാറ്റങ്ങളോട് ഞാൻ വിരോധിയല്ല, രാഗമാറ്റങ്ങളോട് ഞാൻ വിരോധിയല്ല. പക്ഷേ ഓരോ രാഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഒരു വഞ്ചിപ്പാട്ട് പാടിയാൽ അതിനൊരു ഇമേജ് ഉണ്ടാവുന്നുണ്ട്, ഒരു താരാട്ട് പാട്ട് പാടിയാൽ അതിനൊരു ഇമേജ് ഉണ്ടാവുന്നുണ്ട്, ഇല്ലേ? ഒരു സർപ്പം പാട്ട് പാടിയാൽ അതിനൊരു ഇമേജ് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഓരോ രാഗങ്ങൾക്കും ഓരോ ഇമേജ്, അത് സൈക്കോളജിക്കലി ഇറ്റ് ഈസ് കണക്റ്റഡ്. അപ്പോൾ ആ കണക്ഷൻ പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട് ഇതിൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ ആഹാരം എന്ന് പറയുന്നത്, ഇപ്പോൾ ശൂർപ്പണഖയാണെങ്കിൽ അവളൊരു നരഭോജിയായിട്ടുള്ള ഹിഡുംബിയെ പോലെയോ, അല്ലെങ്കിൽ നരഭോജിയായിട്ടുള്ള താടകയെ പോലെയോ, അല്ലെങ്കിൽ നരഭോജിയായിട്ടുള്ള സിംഹികയെ പോലെയുള്ള സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിലുള്ള ഒരു സ്ത്രീ അല്ല. ശൂർപ്പണഖ എന്ന് പറയുന്നത് അന്നത്തെ ഏറ്റവും ധനവാനായിട്ടുള്ള രാവണന്റെ സഹോദരിയാണ്. രാവണന്റെ പാരൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാതാപിതാക്കളായിട്ടുള്ള കൈകസയുടെയും വിശ്രവസന്റെയും മകളാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവളെ ഒരു വികൃതയായ ഹിഡുംബിയെ പോലെയും താടകയെ പോലെയും തനി രാക്ഷസിയായിട്ട് അവതരിപ്പിക്കുന്നതിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, അവളുടെ പ്രണയം എന്ന് പറയുന്നത് ഇപ്പൊ കരുണയുടെ പ്രത്യേകത ഞാൻ കാണുന്നത്, കരുണയിലെ അഭിസാരികയായ വാസവദത്തയ്ക്ക് ആത്മീയതയുള്ള ഉപഗുപ്തനോട് പ്രണയം തോന്നുന്നു. ഇത് രണ്ടും രണ്ട് എക്സ്ട്രീംസിലുള്ള കഥാപാത്രങ്ങളാണ്. ഒന്ന് അഭിസാരിക എന്ന് പറയുന്നത് സെക്ഷുവൽ, അതിലെ ആനന്ദം മനുഷ്യർക്ക് കൊടുക്കുന്നവളാണ്. ഇത് സ്പിരിച്വൽ എന്ന് പറയുന്നത് ഈ സെക്ഷുവാലിറ്റിയോട് ബന്ധമില്ലാത്ത ഒരാളാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് എക്സ്ട്രീംസിലുള്ള ആൾക്കാർക്ക് പരസ്പരം പ്രണയം തോന്നുക എന്നുള്ളതൊരു സൈക്കോളജിക്കൽ നീഡാണ്. പാവങ്ങളിലെ ജീൻവാൽ ജീനാണ്, അല്ലെങ്കിൽ ഴാങ്വൽ ഴാങ് ആണ് പിന്നീട് വളരെ വലിയൊരു സ്പിരിച്വലായി മാറുന്നത്. കാട്ടിലെ കൊള്ളക്കാരനാണ് പിന്നെ വാൽമീകിയാവുന്നത്. അപ്പൊ ഈ രണ്ട് എക്സ്ട്രീംസിൽ ഓരോ മനുഷ്യരിലും ഉണ്ട്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായി? അപ്പൊ ആ എക്സ്ട്രീംസിന്റെ ഒരു ബന്ധം കാണിക്കുക എന്നുള്ളത് അപരിചിതമായ ഒരു കാര്യമാണ് കഥകളിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതാണ് ഞാൻ ശൂർപ്പണഖയിൽ കൂടെ ഞാൻ കാണിക്കാൻ ആഗ്രഹിച്ചത്. അതെ സാറ് ശാന്തിനികേതനിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ ആശയങ്ങളും ഇവിടെ സദനത്തിൽ പ്രധാന അധ്യാപകനായിട്ട് തുടരുമ്പോൾ ഉണ്ടാവുന്ന അവിടുത്തെ ആശയങ്ങൾ എന്തെങ്കിലും ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? ശാന്തിനികേതൻ എന്ന് പറയുന്നത് വളരെ വളരെ ഊർജമുള്ളൊരു സ്ഥലമാണ്. ആരവിടെ ചെന്നാലും അവർ ക്രിയേറ്റീവ് ആവും. അങ്ങനെ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. ഞാനവിടെ കഥകളി പ്രൊഫസറായിട്ടാണ് ജോലി ചെയ്തത് എങ്കിൽ പോലും എൻ്റെ ക്ലാസ് ടൈം കഴിഞ്ഞാൽ, അവിടെ ക്ലാസ് തുടങ്ങുന്നത് രാവിലെ 7 മണിക്കൊക്കെയാണ്, ഉച്ചവരെയാണ് ക്ലാസ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ക്യാമ്പസും അവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഞാൻ നിരീക്ഷിക്കാറുണ്ട്. അപ്പോൾ അവിടെ ശില്പകല, ചിത്രകല, അതൊക്കെ എനിക്ക് കുട്ടിക്കാലത്ത് പഠിക്കാൻ പറ്റാതെ പോയല്ലോ എന്നുള്ളൊരു ഖേദം ഉണ്ടായിരുന്നു. പക്ഷേ അവിടുന്നാണ് ഞാൻ ശില്പം ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോഴും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇത് എന്തായാലും അത് തുടങ്ങി, അത് ചെയ്ത് സക്സസ്സായി വന്നു.
KG സുബ്രഹ്മണ്യം, ഇന്ത്യയിലെ വൺ ഓഫ് ദി ഗ്രേറ്റ് പെയിൻറ്റർ ആൻഡ് സ്കൾപ്റ്റർ. അദ്ദേഹം എൻ്റെ വർക്ക് കണ്ട് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. KG സുബ്രഹ്മണ്യനും എൻ്റെ അച്ഛനും ജയിൽ മേറ്റ്സ് ആയിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്തെ. ഓക്കെ. അപ്പോൾ പിന്നെയാണ് അവിടുന്ന് ശാന്തിനികേതനിൽ എനിക്ക് സെറിബ്രൽ മലേറിയ വന്ന അധികമായി, അങ്ങനെയാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. പിന്നെ ഞാനിവിടെ ശില്പങ്ങളൊക്കെ ഞാനിവിടെ ചെയ്തു തുടങ്ങി. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു എസ്തറ്റിക് അല്ലെങ്കിൽ ലാവണ്യാത്മകമായ കാഴ്ചപ്പാടുകൾ ബംഗാളിനെ താരതമ്യം ചെയ്യുമ്പോൾ തുലവും കുറവാണ്, തുലവും തുച്ഛമാണ്. ഇഗ്നോറൻ്റ് ആണ് ഇവിടെയുള്ള ആൾക്കാർ. ഇവരിപ്പോൾ ഒരു ശില്പം കണ്ടാൽ അതിൻ്റെ മുമ്പിൽ ഒരു സെക്കൻഡ് പോലും നിൽക്കാറില്ല. അവർക്കത് വെറും മണ്ണാണ്. അഥവാ ഇതിന് വല്ല അവാർഡൊക്കെ കിട്ടിയ ചിലപ്പോൾ അവർ മുമ്പിൽ വന്ന് നിൽക്കുമായിരിക്കാം, അല്ലെങ്കിൽ യക്ഷിയുടെ മുമ്പിലൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കണ മാതിരി, മലമ്പുഴയിലെ യക്ഷി പോലെ. അവർക്ക് ദേ ആർ സോ ഇഗ്നോറൻ്റ്. അവർക്ക് അങ്ങനെ ഒരു ആസ്വാദന ശേഷി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് കാരണം ഞാൻ അവരുടെ മുമ്പിൽ ഞാൻ ചിലപ്പോൾ ഒരു പരാജയമായിരിക്കും. അപ്പോൾ ശാന്തിനികേതൻ ബംഗാളിലെ അവർ ഈ എല്ലാ കലകളും അതിലൊരു കലാകാരൻ നടത്തുന്ന ക്രിയേറ്റിവിറ്റിയെ പരമാവധി അംഗീകരിക്കുകയും പരമാവധി ആവശ്യപ്പെടുകയും പരമാവധി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ കഥകളിയിലായാലും എന്തിനായാലും ഇഫ് യു ആർ ക്രിയേറ്റീവ്, നിങ്ങളതൊരു പാപമാണ് ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്കാണ് പലരും നോക്കിക്കാണാറുള്ളത്. അല്ലെങ്കിൽ അഥവാ ഞാനൊരു ചിത്രം വരച്ചാൽ അതിനെ മറ്റുള്ളവർ വ്യാഖ്യാനിക്കുക, അയാൾ അതിൽ ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് ചിത്രം വരയ്ക്കുന്നത് എന്നാണ് അവർ കാണുക. അപ്പോൾ ഈ ഒപ്പിടാത്ത ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളവർക്ക് ആവശ്യം. അങ്ങനെയാണ് താനും ഏറ്റുമാനൂർ. ഇവിടുത്തെ ഒരു ചുമർ ചിത്രങ്ങളിലും ഇവിടെ ആരുടെ അതിൽ സിഗ്നേച്ചർ ഇല്ല. ആരാണത് വരച്ചത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ യു ഡോണ്ട് പുട്ട് യുവർ സിഗ്നേച്ചർ, നിങ്ങൾ വരച്ചാൽ മതി. കലയെ അംഗീകരിക്കുന്ന ഒരു അത് ബുദ്ധിമുട്ടുള്ളവരാണ്. അപ്പം ഞാൻ ആട്ടക്കഥ എഴുതിയാൽ അവർക്കത്, കാരണം അത് ഞാനാണ് ചെയ്തത് എന്നുള്ളൊരു പ്രശ്നം അവർ അലട്ടുന്നുണ്ടാവും. അപ്പോൾ അവരത് ഇഗ്നോർ ചെയ്യും. അതാണ് പൊതുവെ കേരളത്തിലുള്ള ജനങ്ങളുടെ മനസ്ഥിതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ക്രിയേറ്റീവ് ആവുക എന്നുള്ളത് എൻ്റെ ഒരു പാഷനായത് കാരണം ഞാൻ അതെന്നെ ബാധിക്കാത്ത അവസ്ഥയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു 24ഓളം കഥകളി ആശാന്മാരുടെ ശില്പം ഇവിടെ ഉണ്ട്. കണ്ടിരുന്നു ഞാൻ സാർ. ഇപ്പോൾ കഥകളിയും അതുപോലെ പല കലകളും കൊണ്ടുപോകുന്നതിനിടയിൽ എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത്? അല്ലെങ്കിൽ ഈ സകല കലാവല്ലഭൻ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, ഈ സകലകലാവല്ലഭൻ എന്നുള്ള പേര് പലരും അങ്ങനെ പല വേദികളിലും പറയാറുണ്ട്. അതെന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, തുറന്നു പറയാം. കാരണം ഈ വല്ലഭത്വം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരാൾക്ക് മറ്റേൻ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ആരോ കവിത എഴുതിയിട്ടില്ലേ, ഒരു പേന മോഷ്ടിച്ചു എന്നുള്ളത് കൊണ്ട് എന്നെ മോഷ്ടാവെന്ന് വിളിച്ചില്ലേ എന്നൊരു കവിതയുള്ളതുപോലെ ഞാനിതൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടൊരു സകലകലാവല്ലഭത്വം എന്നുള്ളൊരു ഒരു എന്താ പറയേണ്ട ഒരു ബഹുമതി സ്വീകരിക്കാനോ അത് വെക്കാനോ എനിക്ക് ധൈര്യമില്ല. ഒരാളങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷിക്കുന്നുണ്ട്, പക്ഷെ അതിൽ എനിക്ക് അഭിമാനമോ അതൊന്നും എനിക്ക് ഇല്ല. കാരണം ഐ ഹാവ് ടു ഡു എ ലോട്ട് എഗെയിൻ. എനിക്ക് ഇനി ധാരാളം ചെയ്യാനുണ്ട്. അതിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. അതിൻ്റെ അപ്പുറത്ത് വല്ലഭൻ ഇത്തരം എന്താ പറയുക, അതിനെപ്പറ്റി എനിക്ക് ഭയമാണ്. ഇപ്പോൾ ഏതെങ്കിലും ആട്ടക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണോ? ആട്ടക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ്. ഞാനത് ഏതാന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കുഴപ്പമില്ല. അതുപോലെ തന്നെ പ്രിയപ്പെട്ട പദം ഏതാണ്? ട്രഡീഷണൽ കഥകളിലത്തെയാണോ ഉദ്ദേശിച്ചത്? ട്രഡീഷണൽ കഥകളിലെ ഏത് പദമാണ് ഇഷ്ടം? അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന്? ട്രഡീഷണൽ കഥകളിലെ ഇഷ്ടപ്പെട്ട പദങ്ങൾ എന്ന് വെച്ചാൽ എന്താ പറയുക, അലസത വിലസിതം, നളചരിതം 2-ാം ദിവസത്തിൽ എനിക്കിഷ്ടമാണ്. എങ്ങാനുമുണ്ടോ കണ്ടു ഇഷ്ടമാണ്. പിന്നെ മറിമാൻ കണ്ണി ഓഫ് കോഴ്സ്. പക്ഷേ എനിക്കത് പാടാൻ ധൈര്യമില്ല, കാരണം അത്രയധികം നന്നായി പാടി വെച്ചിട്ടുണ്ട് എല്ലാവരും. എനിക്കതുപോലെ ഇനി പാടാൻ പറ്റില്ല. അങ്ങനെ ധാരാളം പദങ്ങൾ എനിക്ക് ഇഷ്ടമായിട്ടുള്ളതുണ്ട്. പാഞ്ചാൽ രാജതനയെ വളരെ ഇഷ്ടമുള്ള പദമാണ്. അതുപോലെ എൻ കണവ, അതൊക്കെ ഇഷ്ടമുള്ള എല്ലാ പദങ്ങളും പൊതുവെ എനിക്കിഷ്ടമാണ്. എല്ലാ പദങ്ങളും ഇഷ്ടമാണ്. ഘടനാ സ്വരൂപമുള്ള പദങ്ങളും എമോഷണൽ കണ്ടൻറ്റിൽ കൂടുതലുള്ള പദങ്ങളും എനിക്കിഷ്ടമാണ്. ഇനി കഥകളിയിൽ നിന്ന് മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാനുള്ളത്,
ഇപ്പോൾ പുതിയതായി കഥകളിയിലേക്ക് വരുന്ന എന്നെ പോലെയുള്ള ഒരാൾക്ക് എങ്ങനെയായിരിക്കാം ആ കലയിൽ പ്രാവീണ്യം തരാനായിട്ട് സാറ് കൊടുക്കുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയായിരിക്കും? ഇത് പ്രാവീണ്യം എന്ന് പറയുന്നൊരു സാധനം ഇല്ല. പ്രാവീണ്യം എന്നൊരു സാധനം ആവശ്യമില്ലാത്തതാണ്. അതായത് ഞാൻ അടപ്രഥമൻ ഇപ്പോൾ എന്താ പറയുക, ഈ കണ്ണൻ ദേവൻ ചായ അവരുടെ കമ്പനിയിലൊക്കെ അത് ടേസ്റ്റ് മാസ്റ്റേഴ്സ് ഉണ്ട്. അവരത് ടേസ്റ്റ് ചെയ്തിട്ടാണ് ആ ചായപ്പൊടിക്ക് എത്ര വില നിശ്ചയിക്കണം എന്ന്. അവർക്ക് ഭയങ്കര ശമ്പളമാണ്. ഒരു പ്രോഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുന്നത് അത് ടേസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുപോലെയൊന്നും അങ്ങനെയുള്ള അതും അങ്ങനെയും അതിലേക്ക് ചെല്ലണമെങ്കിൽ അതിലേക്കാവാം. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലുള്ള സാധാരണ ഒരു കടുമാങ്ങ കഴിച്ച് ഗംഭീരമായിട്ടുണ്ട് എന്ന് പറയാൻ കടുമാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊന്നും അറിയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായില്ലേ? ഇനി അത് അറിയുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. ഇതിൽ ഉലുവ കുറച്ച് കൂടിപ്പോയി, അല്ലെങ്കിൽ ഇതിൽ എരിവ് മുളക് കുറച്ച് കൂടിപ്പോയി, അങ്ങനെ പറയാൻ അറിയുമെങ്കിൽ നല്ലതാണ്. പ്രാവീണ്യം പലപ്പോഴും ആസ്വാദനത്തെ തകർക്കും. ചിലപ്പോൾ ഈ ആസ്വദിക്കുക എന്ന് പറയുന്നത് ഈ ബോധതലം ഉറക്കിക്കിടത്തിക്കൊണ്ട് വേണം ആസ്വദിക്കാൻ. ബോധതലത്തെ ഉണർത്തിക്കൊണ്ട് ആസ്വദിക്കുന്ന ഒരു തലവും ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഈ ബോധതലത്തെ കിടത്തിക്കൊണ്ട് നമ്മളൊരു സിനിമ കാണുമ്പോൾ നമുക്ക് കരയാൻ പറ്റില്ല. ബോധതലത്തെ ടെക്നിക്കാലിറ്റിയിലേക്ക് ശ്രദ്ധ ഇപ്പം നമുക്കൊരു നോവൽ വായിച്ച് കരയണമെങ്കിൽ നമുക്ക് അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ ആ ഒരു അതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രാവീണ്യം നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഥകളികൾ ധാരാളം കാണും. അതിൽ സംവേദനം വളരെ വളരെ വേഗം സംവേദനം നടത്തുന്ന കഥകൾ ആദ്യം കാണുക. പിന്നെ ഈ സംവേദനം എന്ന് പറയുന്ന തലത്തിൻ്റെ വേറെ കുറേ സ്വഭാവങ്ങളുണ്ട്. പിന്നെ എല്ലാ പാട്ട് ആസ്വാദകരും ആദ്യം ഇഷ്ടപ്പെടുന്നത് യേശുദാസിൻ്റെ പാട്ടായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് ബാലമുരളിയുടെ പാട്ടായിരിക്കും. അങ്ങനെ കടന്ന് വന്നിട്ടാണ് കെ വി നാരായണസ്വാമിയുടെയിലേക്ക് എത്തുക. അതും കഴിഞ്ഞിട്ടാണ് എം ഡി രാമനാഥനിലേക്ക് എത്തുക. അപ്പോൾ എം ഡി രാമനാഥൻ എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് ആസ്വദിക്കാൻ നമ്മളെ കൈ പിടിക്കുന്നത് തീർച്ചയായിട്ടും യേശുദാസ് ആയിരിക്കും. അതെ. ഇപ്പം ഞാൻ ചോദിച്ചത് ആസ്വാദനത്തിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ചല്ല, കഥകളി പഠിക്കാൻ വേണ്ടിയിട്ട്, അതായത് അഭ്യസിക്കാൻ പഠിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വാസ്തവത്തിൽ കഥകളി അഭ്യസനത്തിൽ ഞാനൊരു എഡ്യൂക്കേഷണൽ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് റൂം സിറ്റുവേഷൻസിൽ ധാരാളം ടീച്ചിങ് ലേണിംഗ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ, ടെക്നിക്സ് ധാരാളം പുതുതായിട്ട് നമുക്ക് ഇന്നോവേറ്റീവായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ജ്ഞാനനിർമ്മിതിവാദം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇന്നത്തെ കഥകളി ആയാലും കർണാടക സംഗീതമായാലും അതൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് പലരും. അപ്പോൾ കർണാടക സംഗീതമാണെങ്കിൽ സരളി വരിശ പഠിപ്പിക്കുന്നു, ധാട്ട് വരിശ പഠിപ്പിക്കുന്നു. അതൊക്കെ പഠിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെന്നല്ല. പക്ഷേ അത് എന്തിനു വേണ്ടി പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, അതൊന്നും കാര്യമില്ലാതെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ഈ സരളി വരിശ കഴിയുമ്പോഴേക്കും അവർ നിർത്തിപ്പോവും. കാരണം അവർക്ക് അതിൽ ക്രിയേറ്റിവിറ്റി ഇല്ല. ഡ്രില്ലിങ് മാത്രമേ ഉള്ളൂ. ഡ്രില്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ്. ഈ പഠനബോധന തന്ത്രത്തിലെ ഒരു ബിഹേവിയറിസത്തിലൊക്കെ വരുന്നൊരു കാര്യമാണ്. ഒരേ കാര്യം കുറേ തവണ ചെയ്ത് നേരാക്കിയെടുക്കുക. അതെ, അതും ആവശ്യമാണ്, അല്ലെന്നല്ല. പക്ഷെ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത്തരം ഡ്രില്ലിംഗ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പുരാണത്തിലെ ഒരു കഥയെടുത്ത് അതിൽ നിന്നും ആട്ടക്കഥ രചിക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത്? ഇപ്പം മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നളചരിതത്തിലെ ഈ സ്വർണഹംസങ്ങളൊന്നുമില്ല പുരാണത്തിൽ. സ്വർണഹംസമാക്കിയത് ഉണ്ണായി വാര്യരാണ്. കലി എന്നൊരു കഥാപാത്രം ഇല്ല പുരാണത്തിൽ. ആ കലി എന്നുള്ള കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് ഉണ്ണായി വാര്യരാണ്. അത്തരം കുറേ നിർമ്മിതികൾ നമ്മുടെ പൂർവ്വസൂരികൾ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇപ്പോൾ പുരാണത്തിലെ ഉർവശിയും അർജുനനുമായിട്ട് അവസാനിക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഉർവശി അർജുനനെ ഷണ്ഡനായി തീരട്ടെ എന്ന് ശപിച്ചു പോകുന്നു. അർജുനൻ ദുഃഖിക്കുന്നു. ദേവേന്ദ്രൻ വന്നിട്ട് പറയുന്നു, 1 വർഷം കഴിഞ്ഞാൽ നിനക്ക് ആ ശാപം മാറും, അതൊക്കെ ശരിയാവും. അങ്ങനെയാണ് അത് കഴിയുന്നത്. ഇൻ വിച്ച് ഐ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. കാരണം ശാപം കൊടുത്ത ആൾ വേണം ശാപമോചനം കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ഉർവശി അർജുനനെ ഷണ്ഡനായി തീരട്ടെ എന്ന് ശപിക്കുന്നു. അർജുനൻ പറയുന്നു, എൻ്റെ 40 തലമുറകൾക്ക് അപ്പുറത്തുള്ള പുരൂരവസിൻ്റെ ഭാര്യയായിരുന്ന നീയുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ മാതൃഗമനം എന്ന് പറയുന്ന വലിയൊരു പാപത്തിൽ ഞാൻ പെടുമായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ നിന്നെ ഒഴിവാക്കിയത്. അതിന് നീ എന്നെ അനുഗ്രഹിക്കുന്നതിന് പകരം ശപിക്കുകയല്ലോ വേണ്ടത്. ഒരമ്മയ്ക്ക് ഒരു മകൻ ചെയ്ത ആ മകനെ പറ്റിയ അബദ്ധം മാപ്പ് കൊടുത്തൂടെ? അതല്ലേ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ മാതൃത്വം ഇവൾക്ക് നിഷിദ്ധമാണ്. അവൾ സർവേശ്യയാണ്, അവൾ അപ്സരസാണ്, നിത്യകന്യകയാണ്. അപ്പോൾ അർജുനൻ നിമിത്തമായി അവളിലൊരു മാതൃത്വം അവൾ ആദ്യമായി അറിയുകയാണ്, മാതൃത്വത്തിൻ്റെ എക്സ്റ്റസി. അങ്ങനെ ഒരു മാതൃ മനസ്സോടുകൂടി അവൾ വീണ്ടും അർജുനൻ്റെ അടുത്തേക്ക് വരുന്നു. പെണ്ണായാലും പ്രസവിക്കാനും അമ്മയുമാവാനുമുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ശപിക്കപ്പെട്ട എനിക്ക് നീ ഇന്നൊരു ശാപമോചനം നൽകിയിരിക്കുന്നു. മനസ്സിലായില്ലേ? നീ എനിക്കാണ് ശാപമോചനം തന്നത്. കാരണം യു മെയ്ഡ് മീ എ മദർ. മനസ്സിലായി? ഒരു കോൾ ഗേൾ എന്നുള്ള അവസ്ഥയിൽ നിന്നും മദർ എന്നുള്ളൊരവസ്ഥയിലേക്ക് നീ എന്നെ ഉയർത്തിയിരിക്കുന്നു. അത് കാരണം ഞാൻ നിന്നെ എൻ്റെ മടിയിൽ കിടത്തി താരാട്ട് പാടട്ടെ എന്ന് പറഞ്ഞ ഒരു താരാട്ട് പാട്ടിലാണ് അത് അവസാനിക്കുന്നത്. ഇത് കഥകളി പ്രേക്ഷകർക്ക് അപരിചിതമാണ്. അവർക്ക് വധം വധം വധം, വിജയം വിജയം വിജയം, അത്തരം കഥകളാണ്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റിമെൻസിൻ്റെ ഉദാത്തീകരണം അല്ലെങ്കിൽ സബ്ലിമേഷൻ കഥകളി ആസ്വാദകർക്കും ഒക്കെ അപരിചിതമാണ്. അപ്പോൾ അവർ വേണ്ടാന്ന് വയ്ക്കും. അല്ലെങ്കിൽ അവർ ഈ തലത്തിലേക്ക് ഉയരണം, അതിനവർ ശ്രമിക്കാൻ തയ്യാറല്ല. അതുപോലെ ശിഖണ്ഡി, മഹാഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി അർജുനൻ പിന്നിൽ അമ്പെയ്ത്, അങ്ങനെ അർജുനൻ അമ്പെയ്ത് കൊണ്ടിട്ടാണ് ഭീഷ്മർ പതിക്കുന്നത്, നിലത്ത് വീഴുന്നത്. അങ്ങനെയാണ്. പിന്നെ ശിഖണ്ഡിയെ പറ്റി പരാമർശമൊന്നും നമുക്കില്ല. ഓക്കെ. പക്ഷെ ഞാൻ ചെയ്ത ശിഖണ്ഡിക്കറിയാം ഞാൻ ഭീഷ്മരെ വധിക്കാനായി ജനിച്ച ഒരാളാണ്, എനിക്ക് അർജുനൻ്റെ സഹായം ആവശ്യമില്ല. അങ്ങനെ ശിഖണ്ഡി തന്നെയാണ് ഭീഷ്മരുമായി യുദ്ധം ചെയ്യുന്നത്. ശിഖണ്ഡിയാണ് ആയുധം താഴെ വെച്ച ഭീഷ്മരെ ശിഖണ്ഡിയാണ് അമ്പെയ്ത് താഴെ വീഴ്ത്തുന്നത്. എന്നിട്ടും അവൾക്ക് പ്രതികാരം തീരാതെ ഇയാൾ കഷ്ടപ്പെട്ട് കിടക്കുന്നത് കണ്ട് ആനന്ദിക്കാനാണ് ഇവൾ ഭീഷ്മരുടെ അടുത്തേക്ക് വരുന്നത്. ഓക്കെ. പക്ഷേ ആ സമയത്ത് ഭീഷ്മരുടെ കണ്ണുകളിൽ കണ്ട ഭീഷ്മർ വിചാരിക്കുകയാണ്, വിവാഹം കഴിക്കാതെ ജീവിക്കും എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ അമ്പയെ അന്ന് വിവാഹം കഴിക്കുമായിരുന്നില്ലേ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പോൾ ആ ചിന്തകൾ ഇവളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾക്കും തോന്നുന്നു, ഇദ്ദേഹം അന്ന് ആ പ്രതിജ്ഞ എടുത്തില്ലായിരുന്നെങ്കിൽ എന്നെ വിവാഹം കഴിക്കുമായിരുന്നില്ലേ എന്ന് അവൾക്കും തോന്നുന്നു. അങ്ങനെ ഇവളുടെ കയ്യിലേക്ക് നേർക്ക് നീട്ടിയ കൈകളിലേക്ക് ശിഖണ്ഡി കൈ പിടിച്ചിട്ടാണ് ആ കഥ അവസാനിക്കുന്നത്. ഇത് MT വാസുദേവൻ നായർ ഒരു നോവലായിട്ടാണ് എഴുതിയിരുന്നത് എന്നുണ്ടെങ്കിൽ അതിന് അവാർഡ് കിട്ടുമായിരുന്നു. അപ്പോൾ ഇത് കഥകളി ആയിപ്പോയത് കാരണം പീപ്പിൾ ഡോണ്ട് വാണ്ട് ഇറ്റ്. അപ്പം അത്തരം സബ്ലിമേഷൻസ് അല്ലെങ്കിൽ ഉദാത്തീകരണങ്ങളാണ് ആട്ടക്കഥ പുരാണത്തിൽ നിന്നും ചെറിയ വ്യതിയാനത്തിൽ ഞാൻ വരുത്തിയിട്ടുള്ളത്. അതിനെ ഒരു കണക്കിന് ഞാൻ വിട്ടുപോയ ബ്ലാങ്കുകൾ ഞാൻ ഫില്ലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അതെ. ഇനി പുരാണങ്ങൾ തിരഞ്ഞാൽ ഇനിയും ഒരുപാട് കഥാപാത്രങ്ങൾ അങ്ങേക്ക് കിട്ടുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവാം. സദനം കഥകളി അക്കാദമി ആരംഭിക്കുന്നത് സാറ് ജനിക്കുന്നതിന് 5 വർഷം മുമ്പാണല്ലോ. അപ്പോൾ ഇപ്പോൾ അക്കാദമിയുടെ സെക്രട്ടറി എന്ന ചുമതലയിൽ നിൽക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് വിശദീകരിക്കാമോ? സദനം കഥകളി അക്കാദമി ഒരു സൊസൈറ്റിയാണ്. സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു കാര്യമാണ്. അതിൽ ഞാൻ 2005 അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാനിതിലെ സെക്രട്ടറി ആകുന്നത്. അന്ന് കലാമണ്ഡലം അന്തരിച്ചു പോയ പത്മഭൂഷൺ കലാമണ്ഡലം രാമൻകുട്ടി നായരാശാനായിരുന്നു ചെയർമാൻ.
മണ്ണൂർ രാഗരത്ന, മണ്ണൂർ രാജകുമാരനുണ്ണി, ഡോക്ടർ ശാന്തി, അങ്ങനെ 7 പേര് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയാണ്. സാറിന്റെ ചുമതലകൾ ഇപ്പോൾ? എൻ്റെ ചുമതലകൾ ഇതിൻ്റെ സർവതോമുഖമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ എന്നിൽ നിക്ഷിപ്തമാണ്. ഒരു പരിധിവരെ അക്കാഡമിക് ആൻഡ് അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ചുമതലകളും, ഇവിടുത്തെ ക്ലാസ്സുകൾ എങ്ങനെ നടക്കുന്നു, ഇവിടുത്തെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, ഗ്രാൻറ്റിൻ്റെ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ്. അതോടൊപ്പം അധ്യാപകനും കൂടിയായിട്ട് അധ്യാപകൻ എനിക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അധ്യാപനം ചെയ്യുന്നത്. അതെ. ഇത്രയും നേരം നമ്മോട് കഥകളിയെക്കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്രയും നേരം ഒരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ തന്നു എന്ന രീതിയിൽ ഇത്രയും അധികം സ്പെൻഡ് ചെയ്തിട്ടുള്ള സാറിന് താങ്ക് യു. വളരെ സന്തോഷം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും വിരോധമോ അല്ലെങ്കിൽ വിദ്വേഷമോ അല്ലെങ്കിൽ അസംതൃപ്തിയോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതെൻ്റെ ഞാൻ മനസ്സ് തുറന്ന് സംസാരിച്ചു എന്നേ ഉള്ളൂ. അത് അഥവാ ആരെങ്കിലും ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ആം സോറി ഫോർ ദാറ്റ്. നമസ്കാരം.